ഹായ് ഗൈസ്, നമുക്കിന്നൊരു മീൻ ബിരിയാണി വെക്കുക. അതുകൊണ്ട് ഇതാ മീൻ പൊരിഞ്ഞ് കൊണ്ടിരിക്കുകയാണ് എടുത്തിട്ട്. മീൻ നല്ല പൊരിഞ്ഞ് കുറച്ചും കൂടെ പൊരിക്കാനുണ്ട്. കൂടെ പൊരിക്കുമ്പോൾ നമ്മൾ എന്താക്കി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചതക്കി വെച്ച് ചപ്പുകൾ വെച്ചിട്ടുണ്ട്. തക്കാളി 8 തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 കിലോ ബിരിയാണിയാണ് വെക്കുന്നത്. പോലെ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതാ ഇനിയിലേക്കുള്ള അരി 2 കിലോ അരി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കഴുകി മാറ്റി വെക്കണം കേട്ടോ. ചോറിലേക്കുള്ള വലിയ ഉള്ളി 1, പിന്നെ അതുപോലെ പട്ട, കറാമ്പു, ഏലക്കായ്, എല്ലാ സാധനം റെഡി ചെയ്ത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ആദ്യം ചോറ് വെച്ച് മാറ്റി വെക്കുക, എന്നാലേ മസാല വെച്ച് അതിലേക്ക് ചോറ് കൂട്ടുമ്പോൾ ദമ്മാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഡാൽഡയും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഉള്ളി, കറുവപ്പട്ട, ഏലക്കായ്, കറാമ്പൂ ഒന്ന് വഴറ്റിയെടുത്ത് അധികം മുരിയരുത് കേട്ടോ. ഉള്ളി ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഒരു പാത്രം അരി എടുത്ത് അതിലേക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളമായിട്ട് എടുക്കേണ്ടത്. ആ വെള്ളം എടുത്ത് ചോറ് സെറ്റായി എടുത്ത് നമുക്കിതാ മസാലക്കുള്ള റെഡിയാക്കാം കേട്ടോ. അതിന് വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ മീൻ പൊരിച്ച വെളിച്ചെണ്ണ ഉണ്ടായി. ഞാൻ വെളിച്ചെണ്ണ അല്ലേ മീൻ പൊരിച്ച് ആ എണ്ണയും കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി വേഗം വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം. അതിൽ ഉള്ളി നന്നായി വഴറ്റി വന്നിട്ട് അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അങ്ങനെ അത് രണ്ടും നന്നായിട്ട് വരണ്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3 ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കുക. ശേഷം നമുക്ക് അതിലേക്ക് ചപ്പുകൾ ഇട്ട് കൊടുക്കുക. കറിവേപ്പില, മല്ലിച്ചപ്പും പുതിനച്ചപ്പും നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് തോനെ അത്യാവശ്യം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. എനിക്കിതിൻ്റെ ചുവ ഭയങ്കര ഇഷ്ടമാണ് മല്ലിച്ചപ്പിൻ്റെയൊക്കെ, അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും കൂടുതൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി കുറച്ച് ഗരം മസാല പാകത്തിന് ഇട്ട് കൊടുത്താൽ കേട്ടോ. നിങ്ങൾ എത്രയാണ് ഉള്ളിരിക്കുക അതിൻ്റെ പാകത്തിന്. അതുപോലെ ബിരിയാണി മസാല കുറച്ച്, പിന്നെ കുറച്ച് ഫിഷ് മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫിഷ് ബിരിയാണിയാണല്ലോ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കേട്ടോ. കുരുമുളക് പൊടിയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്തത്, കാരണം മുളക് പൊടി ഞാൻ ഇതിലേക്ക് ഇട്ടില്ല. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഉണ്ടോ, ഓവറാവണ്ട. ഇനി അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, നമുക്ക് തൈരും കൂടി അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മൾ മസാലയായി. അതിലേക്ക് ചോറും വാരിയിട്ട് ക്യാരറ്റും കുറച്ച് ഗരം മസാലയും ഒക്കെ കൂടെ ഇട്ട് നമ്മളതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണല്ലോ എല്ലാം സെറ്റായി. ദമ്മിടലൊക്കെ കഴിഞ്ഞ് മീനിടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ മറന്നുപോയി. അത് പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ബിരിയാണി ഞാൻ എൻ്റെ മോൻ